അപ്പം ഹലോ, അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാനും എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളുടെ മോളും പിന്നെ ഞങ്ങൾ 3 പേരോട് കൂടി എൻ്റെ ആങ്ങളുടെ മോളുണ്ട്, ഇനി ഒരു ആങ്ങളുടെ മോളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് നല്ല ഏജ്ഡ് ആണ് കേട്ടോ. അപ്പം എന്നാലും പുള്ളിക്കാർ ഭയങ്കര സ്ട്രോങ് ആണ് കണ്ടോ. കവണിയൊക്കെ ഇട്ട് പണ്ടത്തെ ആൾക്കാരല്ലേ കണ്ടോ. അപ്പം വടിയെടുക്കുവാണേ. ആയോ അമ്മേ? ഏതാ? വടിയെടുത്തു വടിയെടുത്തിട്ടുണ്ട്. എടി നീ പിടിച്ച് കയറ്റ അമ്മനെ. പൊക്കോ, പോവാട്ടോ. അപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇന്നലെ 2 ദിവസം 3 ദിവസം ഭയങ്കര മഴയല്ലായിരുന്നോ ഇവിടെ? ഇന്ന് ഓണത്തിന് മഴ പെയ്താ കറക്റ്റ്. അപ്പോൾ ഇന്നലെ ഇന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ചന്ദ്രഗ്രഹണം കണ്ടായിരുന്നു കേട്ടോ രാത്രി. സൂപ്പറായിരുന്നു. കാല് വേണം, കൈ വേണ്ടെടുക്കുന്നു. കണ്ണട കവറിലുണ്ടോ അമ്മ? അമ്മയുടെ കവർ എൻ്റെ കയ്യിലില്ലേ? ഇതേ കവർ ചോദിക്കുക. ബുക്കോ ഇത് എന്നറിയോ, ഓർമ്മ അധികമില്ല കേട്ടോ. അപ്പം പുള്ളിക്കാരിക്ക് ഒരു കാര്യം 2-3 പ്രാവശ്യം ചോദിക്കും. അപ്പം നമ്മൾ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ്, അടിയുണ്ടാക്കും. എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ബഹളം വെക്കും. അതുകൊണ്ടാണ് പതുക്കെ പറഞ്ഞത്, കേൾക്കാൻ പാടില്ല. കാണിച്ചു തരാം. ഞാൻ വർത്തമാനം പറഞ്ഞു വീട്ടിലിരുന്ന് ചെരുപ്പിട്ടോണ്ട് വന്നിരിക്കുന്നു. ദൈവമേ, ആ പിഞ്ച് പിന്നെ കളറുള്ളത് പീച്ച് യോ. ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ രാവിലെ ഇറങ്ങാനിരുന്നതാണ്. എൻ്റെ അമ്മ രാവിലെ റെഡിയായി. എത്ര മണി? 8 മണി 9 മണിയൊക്കെ റെഡിയായി. ഞങ്ങളിപ്പോഴാണ് റെഡിയായി. കാരണം ചുമ്മാ അതിലേക്ക് നടന്നു. മടിയ വെയിലുള്ളപ്പോൾ എനിക്ക് എവിടെയും പോകാൻ മടി. എന്നെ വേർക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ വേർക്കും. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എവിടെയും പോകാൻ. ഒന്നും മുഖത്തിടാൻ പറ്റത്തില്ലെന്നേ കേട്ടോ. നല്ല ഭംഗിയില്ല സ്ഥലങ്ങളൊക്കെ കാണാൻ. ഓട്ടോ വന്ന് നടക്കുന്നുണ്ടോ? കയറിക്കോ. അതിനെ ഞാൻ വരണ്ടേ? കല്ലാക്കോട്ടയുടെ സ്ഥലത്തിന്റെ പേര് ഞാൻ അവിടെ കാണിച്ചു തരാം. കൊടുക്കടി എടുത്ത്. ഇറങ്ങിയാണ് നടക്കുകയാണ്. ഹായ് പറ. ഹായ്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സപ്പ് എന്ന് പറഞ്ഞാൽ സപ്പ് ചെയ്യണം. ഈ പുള്ളി റോയ്ക്കുണ്ടോ ബൈക്ക്? അല്ല വണ്ടി ഓട്ടോ. ഓഫർ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? എന്ത്? അതിന്റെ ഓഫർ. അപ്പം ഞാൻ ഹോട്ടലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വെറ്റിങ് ആകുന്നതുകൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ എൻ്റെ ഓട്ടോയുടെ കളറും ഓട്ടോ കളറും എൻ്റെ ഡ്രസ്സ് കളറും നേച്ചർ കളറിൽ ഏകദേശം ഗ്രീൻ കളറല്ലേ. എനിക്കാണല്ലോ സ്വെറ്റിങ്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിങ് ആകും. എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടുന്ന് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. എൻ്റെ അമ്മയ്ക്കെന്ന് പറയുമ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മയ്ക്കെന്ന് പറയുമ്പോൾ ഞാനൊക്കെ വരുമ്പോഴെങ്ങനെ പുറത്ത് കൊണ്ടുപോകുള്ളൂ. കാരണം ഒത്തിരി പൈസ ഇവിടെ ആരും റിസ്ക് എടുക്കത്തില്ല. അപ്പം ഞാനാകുമ്പോൾ ഹോട്ടലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ അമ്മ തന്നെ കടയിൽ പോവും. ഓട്ടോ റെഗുലർ ഓട്ടോ ആയതുകൊണ്ട് ഏത് ഓട്ടോ വിളിച്ചാലും വരും കേട്ടോ. എന്നിട്ട് അമ്മ കടയിൽ പോയിട്ട് അമ്മയ്ക്ക് എന്തൊക്കെ വാങ്ങണമുണ്ടോ, കുഴമ്പ്, സോപ്പ്, അങ്ങനെ പണ്ടത്തെ ആൾക്കാരുടെ കാര്യം അറിയാലോ, എല്ലാം അവർക്ക് സെപ്പറേറ്റ് വേണം. ചേട്ടൻ ഇവിടെ ഇരിക്കുക. ഐ ഡ്രോപ്സ് വാങ്ങാൻ വന്നിട്ടോ കടയിൽ.
എന്തൊക്കെയാ ആ ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി കേട്ടോ. അവിടെ ടൗണിൽ കയറി, നിങ്ങൾ കണ്ടല്ലോ, ടൗണിൽ കയറി കുറേ എന്താ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അമ്മ എന്തോ ഒരു സാധനം വാങ്ങിച്ചു. ഞങ്ങൾക്ക് എനിക്ക് വണ്ടി ഓടിക്കുന്ന പൈസ കിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് അയാൾക്ക് എന്നിട്ട് 200 രൂപ പേ ചെയ്തല്ലോ. സാധനം ഇങ്ങോട്ട് വരെ എത്ര രൂപയാകും നിങ്ങൾ? സാധാരണ ഇങ്ങോട്ട് വരെ 130-40 ആ. അപ്പൊ പിന്നെ എത്ര പൈസ വാങ്ങിച്ചില്ലേ? വെയിറ്റിംഗ് ചാർജ് 20 രൂപ വാങ്ങിച്ചാൽ മതി. എന്തോ അമ്മ ഇവിടെ പോയി മുണ്ട് പേടിയിട്ട് വാങ്ങി മുണ്ടിട്ട് പറഞ്ഞു പോകും. അവ ഒരു ബെൽറ്റ് കിടന്നു വാ. നോക്ക് വെയിൽ ചില്ല പൂക്കുമ്പോ നടക്ക. അതെന്നെ അറിഞ്ഞു ആന്റി അറിഞ്ഞു. അല്ല വല്യമ്മ അറിഞ്ഞു. എങ്ങനെ സൗണ്ട് കേട്ടില്ല ഇപ്പം. ഡോർ അടയ്ക്കുന്നു. മേ ബി എനിക്ക് തോന്നുന്നു തുറക്കുന്നു അടയ്ക്കുന്നു. പതുക്കെ പോണെന്ന് വിചാരിച്ച പക്ഷെ അറിഞ്ഞു. കാരണം ഓട്ടന്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ പേടിയില്ലാത്ത കുടുംബമാണ് ഞങ്ങളുടെ. പറഞ്ഞു കൊടുക്കാൻ പറ്റിയാക്കട്ടെ. ഭയങ്കര സ്ട്രോങ്. അപ്പൊ സംഭവം ഞങ്ങളുടെ അമ്മ ഇത്രോ നാളോട് ഞാൻ പറയുന്നത് എന്നെ കണ്ടില്ല. അവളെ കണ്ടപ്പോ ചേച്ചി സന്തോഷല്ലേ? അവളെ കണ്ടിട്ട് പറഞ്ഞു യൂടി ചേച്ചി എന്നെ കണ്ടൊരു മൈൻഡും ഇല്ല. അങ്ങനെ വേർത്തൊരച്ച് ഇവിടെ എത്തി കേട്ടോ. ഏത് ഇതല്ലേ നമ്മുടെ ബാഗ്? അയ്യോ ഇതുകൊണ്ടാ വേർത്തൊലിച്ച്. ആ പാലിട്ടോ സുഖം. ആ അത് ശരി. വാത്തയെ വിളിച്ചെന്നെ വെക്കാൻ ചേച്ചി. ഇങ്ങോട്ട് മാറ്. പൊടി തിളച്ചിട്ടിടാം. ഞാൻ ഇട്ടോളാം. പഞ്ചസാര ആ ഇട്ടോളാം. രേഖ മാറിക്ക്. വീഡിയോ എടുക്കട്ടെ. ചേച്ചി വരണ്ടല്ലോ. ഞാൻ കട്ടൻ ചായ വെക്കുവാണേ. എൻ്റെ അമ്മയ്ക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടോ സമയം എത്രയായിരുന്നു ഇപ്പോൾ? 1:10 കട്ടൻ ചായ കുടിക്കുവാണ്. ചോറ് വേണ്ടെന്ന്. എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്ന് നോക്കട്ടെ. അങ്ങനെ ഭാവിക്കാത്തോരൻ ചോറ്. ഇതാണ്. ഓ ഇതാണ് നെയ്ച്ചോറിൻ്റെ ബാലൻസ്. ഇതെവിടെ ഇത് ബീഫ്. പഞ്ചസാര ഇവിടെ അമ്മക്ക് നല്ലപോലെ ഷുഗർ വേണം. സ്പൂൺ ഇല്ല അതില്ലേ? ഇതില് ആ ചുമപ്പിലുണ്ട്. സ്പൂൺ വേണ്ട. ഇതിനകത്ത് കിട്ടണോ? സാരമില്ല. സ്പൂൺ ഇതിനകത്തുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് പുട്ടിരിക്കുന്നു. പുട്ടും ബീഫും.